വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസ ഖാലിദ്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങിയല്ലോ അല്ലെ? അപ്പം HSC നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. നിങ്ങളെല്ലാം പഠനം സ്റ്റാർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി പഠനം തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴത്തെയും പോലെ ഒരു കോട്ടിലൂടെ നമുക്ക് തുടങ്ങാം. സ്മോൾ എയിം ഈസ് എ ക്രൈം, ഹാവ് എ ഗ്രേറ്റ് എയിം. വലിയ ലക്ഷ്യത്തോടു കൂടി നമുക്ക് മുന്നേറാം. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കോർ സബ്ജക്റ്റ് നാച്ചുറൽ സയൻസിന്റെ സിലബസിൽ പ്രകാരം നമുക്ക് പഠിക്കേണ്ടതായ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലന്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട അടുത്ത നമ്മൾ പാരസിറ്റിക് പ്രോട്ടോസോൺസ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാരസിറ്റിക് പ്രോട്ടോസോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ പാരസിറ്റിക് പ്രോട്ടോസോൺസ്, നിങ്ങൾക്ക് പാരസിറ്റിക് പ്രോട്ടോസോൺസ് പേര് തന്നെ നിങ്ങൾക്ക് കാര്യം അറിയാം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളിത് റീകളക്ട് ചെയ്ത് വെക്കാം. എന്താണ് പാരസിറ്റിക് പ്രോട്ടോസോൺസ്? പാരസിറ്റിക് പ്രോട്ടോസോൺസ് പേര് തന്നെ നമുക്ക് പറയാം അല്ലെ? They live on or within the body of other organisms for what all purpose, for the sake of food, shelter and other requirements. ഒരു ബോഡി ഒന്നെങ്കിൽ മറ്റൊരു ബോഡിയുടെ പുറത്തോ അല്ലെങ്കിൽ അതിനുള്ളിലോ ഫുഡ്, ഷെൽട്ടർ, മറ്റുള്ള റിക്വയർമെന്റ്സിന് വേണ്ടി ആ ഒരു ജീവിയെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മുടെ പാരസിറ്റിക് പ്രോട്ടോസോൺസ് എന്നിവിടെ പറയുന്നത്. So parasitic protozoans are those which live on or within the body of other organisms for the purpose of shelter, food as well as for environment. As well as for their other requirements. For food, shelter as well as prime authority എന്താണ്? ഫുഡ് ആണ്. പിന്നെ ഷെൽട്ടറിന് വേണ്ടി മറ്റുള്ള ജീവി ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ മറ്റുള്ള റിക്വയർമെന്റ്സ്. So that is parasitic protozoans. These protists, that is parasitic forms are present in many phyla of this protist, and those phyla are Rhizopoda, Kinetoplast, Apicomplexa and Microsporidia. These protists which belong to the phylum Protists, the parasitic forms present in Rhizopoda, Kinetoplasta, Apicomplexa, etc. So here, first we are discussing here what is a parasitic protozoan. Next, this parasitic protozoan means that they lead a parasitic mode of life. So parasitic mode of life, protists, it evolved from an ancestral, that is their ancestors were free living. This is a secondary adaptation. This parasitic mode of life for the protist is a secondary adaptation. That is, the parasitic forms evolved from a free living ancestor. And the host-parasite relationship is a negative interaction between the two species in which one organism, the host, is harmed, whereas the parasite is benefited. Our parasites in the protozoa parasitic mode of life എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി അഡാപ്റ്റേഷൻ ആണ്. അത് ഒരു ഫ്രീ ലിവിംഗ് ആൻസിസ്റ്ററിൽ നിന്നാണ് അത് റൈസ് ചെയ്തത് കൂടെ ഓർത്ത് വെക്കുക. ഇനി എപ്പോഴും പാരസിറ്റ് റിലേഷൻഷിപ്പ് എവിടെ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഒരു രണ്ട് സ്പീഷീസ് തമ്മിലുള്ള നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒന്നിന്, അതായത് ഹോസ്റ്റിന് അത് ഹാം ആയിരിക്കും, whereas the other one, the parasite, is beneficiary എന്ന് കൂടെ ഓർത്ത് വെക്കുക. And this here exists a delicate balance between the parasite and the host, so the relationship does not result in the total destruction of the host. But even though the parasite is harmful to this host, it provides a delicate balance between the relationship. Is a delicate balance. The relationship provides a delicate balance with the parasite and the host, and that relationship does not result in the destruction of the host. The total destruction of host is not taking place. അവിടെ ഒരു delicate balance ഹോസ്റ്റും പാരസൈറ്റും മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് ആ ഹോസ്റ്റിന്റെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നില്ല, even though it is harmful to the host. That is the parasitic mode of life. Next one, that is in parasitic protozoans, 3 examples are provided. First, we are discussing about Entamoeba histolytica. Entamoeba histolytica is a parasitic protozoan. So, what are the points we have to consider while studying the Protista, parasitic protozoan, that is Entamoeba histolytica? Entamoeba histolytica is an endoparasitic protist. So, endoparasitic protist, and that belongs to the phylum Rhizopoda. So, it belongs to the phylum Rhizopoda and is an endoparasitic protist. So, this Entamoeba histolytica belongs to the phylum Rhizopoda and it is an endoparasitic protist.
സോ എൻഡോ പാരസിറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. അതുപോലെ റൈസോപോഡ എന്ന ഫൈലത്തിലാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then it lives എൻഡോ പാരസിറ്റിക് പ്രോട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെയായിരിക്കും താമസിക്കുന്നത്? തീർച്ചയായും ബോഡിക്ക് ഉള്ളിലായിരിക്കും. So it lives in the upper part of the intestine of human beings as well as mammals such as dog, cat, rat, monkey, etc. എവിടെയാണ് ഈ പറയുന്ന എൻഡോ പാരസിറ്റിക് പ്രോട്ടിസ്റ്റ് കാണപ്പെടുന്നത്? ലാർജ് ഇൻഡസ്റ്റൈന്റെ അപ്പർ പാർട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പർ പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ, ദാറ്റ് ഈസ് upper part of large intestine of man as well as in mammals. ഇപ്പൊ മനുഷ്യന്റെ അതുപോലെ തന്നെ മറ്റുള്ള മാമൽസിന്റെ ഒക്കെ ലാർജ് ഇൻഡസ്ട്രി അപ്പർ പാർട്ടിലാണ് ഈ പാരസൈറ്റ് ജീവിക്കുന്നത്. ഇറ്റ് ഇസ് എ പാരസൈറ്റിക് പ്രോട്ടോസോൻ. And this Entamoeba histolytica enjoys cosmopolitan distribution but is prevalent more in tropical region. Cosmopolitan distribution ആണെങ്കിൽ അത് ട്രോപ്പിക്കൽ റീജിയനിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നതും കൂടെ ഓർത്തു വയ്ക്കാൻ. അപ്പൊ Entamoeba histolytica എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എൻഡോ പാരസിറ്റിക് പ്രോട്ടോസോൻ ആണ്. ഇനി അത് എവിടെ കാണപ്പെടുന്നു? അത് ഫൈലം റൈസോപോഡയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല അത് എവിടെയാണ് ജീവിക്കുന്നത്? ലാർജ് ഇൻഡസ്റ്റൈൻ, മാന്റെ അതുപോലെ മാമൽസിന്റെ ലാർജ് ഇൻഡസ്റ്റൈന്റെ അപ്പർ പാർട്ടിലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് എൻഡമീബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രണ്ട് വേർഡ്സ് ചേർന്നാണ് എൻഡമീബ ഉണ്ടായിരിക്കുന്നത്. എൻഡ മീൻസ് വിത്തിൻ ആൻഡ് അമീബ മീൻസ് ചേഞ്ച്. എന്താണ്? എൻഡ മീൻസ് വിത്തിൻ ആൻഡ് അമീബോയ് മീൻസ് ചേഞ്ച്. അപ്പൊ എൻഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അമോയ്. ഓക്കെ, എന്താണ് അമോയ്? ഇതാണ് ടു ഗ്രീക്ക് വേർഡ്സ്, രണ്ട് ഗ്രീക്ക് വേർഡ്സ് ആണ് എൻഡമീബ വന്നിരിക്കുന്നത്. എൻഡോ മീൻസ് വിത്തിൻ. എൻഡോ എന്ന അർത്ഥം എന്താണ്? വിത്തിൻ എന്നാണ്. എൻഡോ വിത്തിനും അമോയ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമോയ്ബ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് അർത്ഥം. അങ്ങനെ രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് എൻഡമീബ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. അമോയ്ബ് എന്ന് പറയുന്ന ചേഞ്ച്, അതുപോലെ എൻഡോ എന്ന് പറഞ്ഞാൽ വിത്തിനാണ്. രണ്ട് ഗ്രീക്ക് വേർഡ്സിനാണ് എൻഡമീബ എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? മാന്റെ ലാർജ് ഇൻഡസ്റ്റൈനിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇനി അത് അവിടെ തന്നെ മ്യൂക്കസ് ആൻഡ് സബ് മ്യൂക്കസ് ലെയേഴ്സിലാണ് കാണപ്പെടുന്നത്. അപ്പം ഹ്യൂമന്റെ ലാർജ് ഇൻഡസ്റ്റൈനിൽ കാണപ്പെടുന്നു, അവിടെ തന്നെ മ്യൂക്കസ് ആൻഡ് സബ് മ്യൂക്കസ് ലെയറിലാണ് കാണപ്പെടുന്നത്. മ്യൂക്കസ് ആൻഡ് സബ് മ്യൂക്കസ് ലെയറിലാണ് കാണപ്പെടുന്നത്. So it lives in the large mucus and submucous layers and cause a fatal disease, that is amoeboid dysentery. അപ്പൊ അമീബോയിഡ് ഡിസെൻട്രി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്നതിന് കാരണമായ പാരസിറ്റിക് പ്രോട്ടോസോൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് അതിൽ എൻഡമീബ എന്ന് പറഞ്ഞ എൻഡോ എന്ന് പറഞ്ഞ അമോയിബ് എന്ന് പറഞ്ഞ എൻഡോ ആൻഡ് അമോയിബ് ടു ഗ്രീക്ക് വേർഡ്സ് ആണ്. അതിൽ നിന്നാണ് എൻഡമീബ ഉണ്ടായിരിക്കുന്നത്. എൻഡോ മീൻസ് വിത്തിൻ ആൻഡ് അമോയിബ് മീൻസ് ചേഞ്ച്. ഇനി എന്താണ്? ഇറ്റ് ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്ട്രി and that is the mucus and submucous layers, and this Entamoeba histolytica parasitic protozoan causes a fatal disease, that is amoeboid dysentery. Amoeboid dysentery എന്ന അസുഖം ഉണ്ടാക്കുന്ന പാരസിറ്റിക് പ്രോട്ടോസോൻ ഏതാണെന്ന് വെച്ചാൽ Entamoeba histolytica ആണെന്ന് ഓർത്തു. Now moving to the morphology. അപ്പൊ Entamoeba histolytica മോർഫോളജി നോക്കുകയാണെങ്കിൽ Entamoeba histolytica എന്ന് പറയുന്നത് ഒരു സ്മോൾ അമീബയാണ്. അത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 to 25 മൈക്രോൺസ് ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. In this parasitic protozoan, it exists in two morphological forms. രണ്ട് മോർഫോളജിക്കൽ ഫോംസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ട്രോപ്പോസോയിറ്റ് എന്നും പ്രീസിസ്റ്റിക് ഫോം എന്നും അറിയപ്പെടുന്നു. Entamoeba histolytica എന്ന് പറയുന്ന ഒരു സ്മോൾ അമീബയാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഞ്ചിങ് 15 to 25 മൈക്രോൺസ് ആണ്. ഇനി it exists in two morphological forms, that is trophozoite and precystic form. Trophozoite എന്നും precystic form എന്നും അറിയപ്പെടുന്ന രണ്ട് മോർഫോളജിക്കൽ ഫോംസ് Entamoeba histolytica ഉണ്ട്. ഇനി ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള മോട്ടൈൽ ഫോം ആണ്. അപ്പൊ ആക്റ്റീവ് മോട്ടൈൽ ഫോം Entamoeba histolytica ആക്റ്റീവ് മോട്ടൈൽ ഫോമിനെയാണ് ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് ഒരു അമീബയെ സ്ട്രക്ചറിൽ റിസംബിൾ ചെയ്യുന്നതാണ് ഏത്? ഈ ട്രോപ്പോസോയിറ്റ് എന്ന Entamoeba histolytica മോർഫോളജിക്കൽ ഫോം. അപ്പൊ Entamoeba histolytica രണ്ട് മോർഫോളജിക്കൽ ഫോംസ് ഉണ്ട്, ട്രോപ്പോസോയിറ്റും പ്രീസിസ്റ്റിക് ഫോമും. അതില് ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് മോട്ടൈൽ ഫോം ആണെന്ന് ഓർത്തു വയ്ക്കുക. അത് സ്ട്രക്ചറിൽ അമീബയെ റിസംബിൾ ചെയ്യുന്നൂടെ ഓർത്തു വയ്ക്കുക. ഇനി അതിന്റെ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ഈ ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നത് എൻഡോമിബ ഹിസ്റ്റോറിക്കയുടെ ഒരു മോർഫോളജിക്കൽ ഫോം ആണ്. അത് ആക്റ്റീവ് ആയിട്ടുള്ള മോട്ടൈൽ ഫോം ആണ്. അതിന് എന്ത് സാധിക്കും? അത് മോട്ടൈൽ ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ദിസ് ബോഡി, അതായത് അതിന് മോട്ടൈൽ മീൻസ് അതിന് ലോക്കോമോഷൻ പോസിബിൾ ആണെന്ന് ഓർത്തിരിക്കുന്നത്, സഞ്ചരിക്കാൻ സാധിക്കും. ഇതിന്റെ ബോഡി, ട്രോപ്പോസോയിറ്റിന്റെ ബോഡി എന്ന് പറയുന്നത് എൻവലപ്ഡ് ബൈ എ തിൻ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറന്റ് സെമി പെർമിബിൾ മെംബ്രെയിൻ. ഈ ട്രോപ്പോസോയിന്റെ ഈ ബോഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? തിൻ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ ഒരു സെമി ട്രാൻസ്പെറന്റ് ആണ്, പിന്നെ സെമി പെർമിബിൾ മെംബ്രെയിനും കൂടെ കാണപ്പെടുന്നു. അതിനെ പ്ലാസ്മ ലെമ്മ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ട്രോപ്പോസോയിറ്റ്, plasma lemma, that is the body of a tropozoite is enveloped by a thin flexible transparent semi-permeable membrane called a plasma lemma. ഈ ട്രോപ്പോസോയിഡിന്റെ ബോഡി എൻവലപ്പ് ചെയ്തിരിക്കുന്നത് തിൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെമി പെർമനന്റ് മെംബ്രെയിനായ പ്ലാസ്മ ലെമ്മ കൊണ്ടാണെന്ന് ഓർത്തു വെക്കുക. ഇനി സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്ടോപ്ലാസവും എൻഡോപ്ലാസവുമായിട്ട് സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ സൈറ്റോപ്ലാസം ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എക്ടോപ്ലാസം ആൻഡ് എൻഡോപ്ലാസം. ഇനി എക്ടോപ്ലാസം ഇവിടെ നമ്മൾ നോക്കാം. എക്ടോപ്ലാസം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ഔട്ടർ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ എൻഡോപ്ലാസം. അപ്പൊ ഔട്ടർ എക്ടോപ്ലാസവും ഇന്നർ എൻഡോപ്ലാസവുമായിട്ടാണ് സൈറ്റോപ്ലാസത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് എക്ടോപ്ലാസം, സൈറ്റോപ്ലാസത്തിന്റെ എക്ടോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസത്തിന് ഔട്ടർ എക്ടോപ്ലാസം എന്നും ഇന്നർ എൻഡോപ്ലാസം എന്നും ഡിഫറൻഷിയേറ്റ് ഉണ്ട്. ഇതിൽ എക്ടോപ്ലാസം ഫോംസ് a thin egg granular clear somewhat transparent and firm outer layer. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്ടോപ്ലാസം എന്ന് പറയുന്നത്. എക്ടോപ്ലാസം, ഇതാണ് എക്ടോപ്ലാസം. ഇത് എങ്ങനെ ഇരിക്കും? ഇത് തിൻ ആയിരിക്കും, എഗ് ഗ്രാനുലാർ ആയിരിക്കും, അതുപോലെ തന്നെ സംവാട്ട് ട്രാൻസ്പെറന്റ് ആൻഡ് ഫേം ആയിട്ടുള്ള ഔട്ടർ ലെയർ ആണ്. അപ്പൊ സൈറ്റോപ്ലാസത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഔട്ടർ എക്ടോപ്ലാസം ഇന്നർ എൻഡോപ്ലാസം എന്നായിട്ടാണ്. ഇനി എക്ടോപ്ലാസം എന്ന് പറയുന്നത് തിൻ ആയിരിക്കും, അതുപോലെ തന്നെ എഗ് ഗ്രാനുലർ ആണ്. ഗ്രാനുൾസ് ഒന്നും കാണില്ല, ക്ലിയർ ആയിരിക്കും ആ ലെയർ. അപ്പൊ തിൻ ആയിരിക്കും, എഗ് ഗ്രാനുലർ ആയിരിക്കും, അതുപോലെ തന്നെ സംവാട്ട് ട്രാൻസ്പെറന്റ് ആൻഡ് ഫേം ആയിരിക്കും. സംവാട്ട് ട്രാൻസ്പെറന്റും ആണ്, അതുപോലെ ഫേം ആയിട്ടുള്ള ഔട്ട് ലെയർ ആയിരിക്കും ഔട്ടർ എക്ടോപ്ലാസം. അപ്പൊ സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ചെയ്തു ഔട്ടർ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ എൻഡോപ്ലാസം. അതിൽ എക്ടോപ്ലാസം എന്ന് പറയുന്നത് തിൻ ആണ്, എഗ് ഗ്രാനുലർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, പിന്നെ ഫേം ആയിട്ടുള്ള ഔട്ട് ലെയർ ആണ്. അപ്പൊ തിൻ, എഗ് ഗ്രാനുലർ, ഗ്രാനുൾസ് പ്രസന്റ് ഇല്ല, തിൻ ആണ്, പിന്നെ സംവാട്ട് ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ തന്നെ ഫേം ആയിട്ടുള്ള ഔട്ടർ ലെയർ ആണ്. ഇനി എൻഡോപ്ലാസം എന്ന് പറയുന്നത്, എൻഡോപ്ലാസം സൈറ്റോപ്ലാസത്തിന്റെ ഇന്നർ ഏരിയ എൻഡോപ്ലാസം എന്നാണ് പറയുന്നത്. അവിടെ എന്ന് പറയുന്ന ഗ്രാനുൾസ് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് എന്ത്? എൻഡോപ്ലാസം എന്ന് പറയപ്പെടുന്നത്. എൻഡോപ്ലാസത്തില് ഗ്രാനുൾസ് പ്രസന്റ് ആണ്. അപ്പം എൻഡോപ്ലാസം ഗ്രാനുലർ ആണ്, അതുപോലെ മോർ ഫ്ലൂയിഡ് നേച്ചർ, ഇത് കൂടുതൽ ഫ്ലൂയിഡ് കണ്ടന്റും ഉണ്ടായിരിക്കും. അപ്പൊ എൻഡോപ്ലാസം ഈസ് മോർ fluid in nature as well as contains granules. So endoplasm is granular and more fluid in nature. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഈ എൻഡോമിബ ഹിസ്റ്റോറിക്കയുടെ ഒരു മോർഫോളജിക്കൽ ഫോം ആണ് ട്രോപ്പോസോയിറ്റ്. ട്രോപ്പോസോയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്റ്റീവ് മോട്ടൈൽ ഫോം ആണ്. ഇനി ട്രോപ്പോസോയിറ്റിന്റെ സ്ട്രക്ചർ ഏകദേശം ഒരു അമീബയുടെ സ്ട്രക്ചർ റിസംബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ട്രോപ്പോസോയിറ്റിന്റെ ബോഡി എടുക്കുകയാണെങ്കിൽ ആ ട്രോപ്പോസോയിറ്റ് ഔട്ടർ ബോഡി എൻവലപ്പ് ചെയ്തിരിക്കുന്നത് തിൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെമി പെർമനന്റ് മെംബ്രെയിൻ പ്ലാസ്മ ലെമ്മ കൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഔട്ടർ എക്ടോപ്ലാസമായിട്ട് ഇന്നർ എൻഡോപ്ലാസമായിട്ട്. അതുപോലെ ഔട്ടർ എക്ടോപ്ലാസം എന്ന് പറയുന്നത് ഒരു തിൻ ലെയർ ആണ്, അത് എഗ് ഗ്രാനുലർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, ഇനി കുറച്ചും കൂടെ ഫേം ആണെന്ന് ഓർത്തു വെക്കാം. ഇനി എൻഡോപ്ലാസം എന്ന് പറഞ്ഞാൽ അത് ഗ്രാനുലർ ആണെന്ന് പറഞ്ഞു, അതുപോലെ മോർ ഫ്ലൂയിഡ് നേച്ചർ ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഫ്ലൂയിഡ് നേച്ചർ കൂടുതലുള്ളതാണ് എൻഡോപ്ലാസം. ഇനി ഗ്രാനുൾസ് പ്രസന്റ് ആണ്. ഇനി എൻഡോമിബ ഹിസ്റ്റോറിക്കയ്ക്ക് അത് ആന്റീരിയർ പോർഷനിൽ ഒരു സിംഗിൾ സീഡോപോഡിയം ഉണ്ട്. എൻഡോമിബ ഹിസ്റ്റോറിക്ക as a single pseudopodium called lobopodium at the anterior end. ആന്റീരിയർ എൻഡിൽ ഒരു ലോബോപോഡിയം ആർക്കുണ്ട്? എൻഡോമിബ ഹിസ്റ്റോറിക്കയ്ക്ക് ഉണ്ട്. എൻഡോമിബ ഹിസ്റ്റോറിക്ക has a
lobopodium at the anterior end, that is a single pseudopodium. അപ്പൊ സിംഗിൾ സീഡോപോഡിയം ആയതുകൊണ്ട് ആ പാരസൈറ്റിനെ വിളിക്കുന്നത് മോണോപോഡിയൽ എന്നാണ്. എന്താ നമ്മൾ പറഞ്ഞത്? എൻഡമിക ഹിസ്റ്റോളിറ്റിക്ക് ഒരു സിംഗിൾ സീഡോപോഡിയം ഉണ്ട്. ആ സിംഗിൾ സീഡോപോഡിയം എന്ന് പറയുന്നത് ലോബോപോഡിയം എന്നാണ് അറിയപ്പെടുന്നത്. അത് അതിന്റെ ആന്റീരിയർ എൻഡിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ പാരസൈറ്റിനെ മോണോപോഡിയൽ എന്ന് വിളിക്കുന്നു. സിംഗിൾ ആയിട്ടുള്ള സീഡോപോഡിയം ആണ് ഉള്ളത്. അതുകൊണ്ട് ആ പാരസൈറ്റിനെ എന്ത് വിളിക്കുന്നു? മോണോപോഡിയൽ. എൻഡമിക ഹിസ്റ്റോളിറ്റിക്ക് ഹാസ് എ single pseudopodium at the anterior end called a lobopodium, and hence the parasite is known as monopodial. അതുകൊണ്ട് പാരസൈറ്റിനെ മോണോപോഡിയൽ എന്ന് വിളിക്കുന്നു. ഇനി ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ലോബോപോഡിയം എന്ന് പറയുന്നത് സിംഗിൾ സീഡോപോഡിയം ആണെന്ന് പറഞ്ഞു. It undertakes slow forward locomotion with the help of lobopodium. അപ്പൊ ലോബോപോഡിയത്തിന്റെ സഹായത്തോടു കൂടിയാണ് സ്മോൾ ആയിട്ടുള്ള ഫോർവേഡ് ഫ്ലോ അതിന് സാധ്യമാകുന്നത്. അപ്പൊ സ്ലോ ഫോർവേഡ് ഫ്ലോ ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ലോബോപോഡിയം. സ്ലോ ഫോർവേഡ് ഫ്ലോ. സ്ലോ ആയിട്ടുള്ള ഫോർവേഡ് ഫ്ലോ സഹായിക്കുന്നത് എന്തിന്റെ സാധ്യമാണ്? ഏതിന്റെ സഹായത്തോടെയാണ്? ലോബോപോഡിയത്തിന്റെ സഹായത്തോടു കൂടിയാണ് സ്ലോ ആയിട്ടുള്ള ഫോർവേഡ് ഫ്ലോ സാധ്യമാണെന്ന് ഓർത്തുവെക്കാം. ഇനി നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസം എന്ന് പറയുന്നത് ഗ്രാനുലർ ആണ്, ഫ്ലൂയിഡ് നേച്ചർ ആണെന്ന് പറഞ്ഞു. ഈ എൻഡോപ്ലാസത്തിനകത്ത് ഒരു വെസിക്കുലർ ആയിട്ടുള്ള റൗണ്ടഡ് ന്യൂക്ലിയസ് ഉണ്ട്. എൻഡോപ്ലാസം ഹാസ് എ വെസിക്കുലർ റൗണ്ടഡ് ന്യൂക്ലിയസ്. എൻഡോപ്ലാസത്തിനകത്ത് എന്തുണ്ട്? ഒരു വെസിക്കുലർ റൗണ്ടഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പൊ എൻഡോപ്ലാസത്തിൽ എന്തുണ്ട്? വെസിക്കുലർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ആ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ ചുറ്റും എന്തുണ്ട്? ഡെലിക്കേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. ഇനി ആ ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇന്നർ സർഫസ് എൻക്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫൈൻ പെരിഫറൽ ലെയർ ഓഫ് ക്രോമാറ്റിൻ ഗ്രാനുൾസ് കൊണ്ടാണ്. ദിസ് ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇന്നർ ലെയറിൽ എൻക്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസ് കൊണ്ടാണ്. ക്രോമാറ്റിൻ ഗ്രാനുൾസ്. എന്താണ്? എൻഡോപ്ലാസത്തിന്റെ അകത്ത് ഒരു വെസിക്കുലർ റൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ദിസ് ഇസ് എ വെസിക്കുലർ ഗ്രൗണ്ട് ന്യൂക്ലിയസ് പ്രസന്റ് വിത്ത് ദി എൻഡോപ്ലാസം. എൻഡോപ്ലാസത്തിനകത്ത് ഒരു വെസിക്കുലർ റൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ആ ന്യൂക്ലിയർ മെംബ്രെയിന്റെ വെളിയിലുള്ള ലെയറിനെ എൻക്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസ് കൊണ്ടാണെന്ന് ഓർത്തു വെക്കുക. ഇനി ന്യൂക്ലിയസിന്റെ സെന്ററിലായിട്ടുള്ള ഡോട്ട് ലൈക്ക് സ്ട്രക്ചറിനെ എൻഡോസോം എന്ന് പറയും. ഇതിന്റെ സെന്ററിൽ ഒരു ഡോട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് എൻഡോസോം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കരിയോസോം എന്ന് വിളിക്കും. അപ്പൊ എൻഡോസോം അല്ലെങ്കിൽ കരിയോസോം. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഡോട്ട് ലൈക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കും എൻഡോസോം അല്ലെങ്കിൽ കരിയോസോം. കരിയോസോം എന്ന് പറയാൻ എന്ത് ന്യൂക്ലിയസ് റിലേറ്റഡ്? കരിയോസോം. എൻഡോസോം അല്ലെങ്കിൽ കരിയോസോം. എൻഡോപ്ലാസത്തിനകത്തായതുകൊണ്ട് അതിനെ എൻഡോസോം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? കരിയോസോം. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ന്യൂക്ലിയസിനുള്ളില്, അതായത് എൻഡോപ്ലാസത്തിനകത്ത് ഒരു വെസിക്കുലർ റൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിന് ചുറ്റും എന്താണ്? എൻക്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തിൻ ലെയർ ഓഫ് ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു ഡോട്ട് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കരിയോസോം അല്ലെങ്കിൽ എൻഡോസോം എന്നും കൂടെ ഓർത്തു വെക്കാം. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇന്നർ സർഫസ് എൻക്രസ്റ്റ് ചെയ്ത് എന്ത് കാണപ്പെടുന്നു? ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസ് കാണപ്പെടുന്നു. ഈ ന്യൂക്ലിയസിന് ഉള്ളിൽ കാണുന്ന ഡോട്ട് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന സ്മോൾ ഡോട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ് എൻഡോസോം അല്ലെങ്കിൽ കരിയോസോം എന്ന് ഓർത്തു വെക്കാം. ഇനി എൻഡോപ്ലാസത്തിനകത്ത് കാണുന്ന മറ്റുള്ള ഇൻക്ലൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഫുഡ് വാക്യൂൾസ് ആണ്. ഇതൊക്കെ എന്താണ്? ഫുഡ് വാക്യൂൾസ് ആണ്. ഇതെന്താണ്? ഫുഡ് വാക്യൂൾ ആണെന്ന് ഓർത്തു വെക്കുക. എൻഡോപ്ലാസത്തിൽ മറ്റെന്ത് കാണുന്നു? ഫുഡ് വാക്യൂൾസ് കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസത്തിൽ ഗ്രാനുലർ ആണ്, മോർ ഫ്ലൂയിഡ് നേച്ചർ ആണെന്ന് പറഞ്ഞു. ഇനി എൻഡോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ, ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ആ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ഒരു ലെയർ എന്താണ്? അതിലൊരു ലെയർ എന്തുണ്ട്? ഇന്നർ സർഫസിൽ എന്തുണ്ട്? ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസിന് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു.
ഇനി ന്യൂക്ലിയസിനുള്ളിൽ ഡോട്ട് ലൈസ് സ്ട്രക്ചർ ആണ് എൻഡോസോം അല്ലെങ്കിൽ കരിയോസോം എന്ന് പറഞ്ഞു. ഇനി ഇതോടൊപ്പം തന്നെ ഈ എൻഡോപ്ലാസത്തിലുള്ള മറ്റൊരു ഇൻക്ലൂഷൻ ഏതാണെന്ന് വെച്ചാൽ ഫുഡ് വാക്യൂൾസ് ആണ് കൂടെ ഓർത്തു വെക്കുക. ഇനി ഇതില് ഫുഡ് വാക്യൂൾസ് പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഈ ഫുഡ് വാക്യൂൾസിന്റെ അകത്ത് കാണപ്പെടുന്നതാണ് ഇൻജസ്റ്റഡ് എരിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സ്. ഇൻജസ്റ്റഡ് എരിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സ് ആണ് എവിടെ കാണപ്പെടുന്ന ഫുഡ് വാക്യൂൾസിനുള്ളിൽ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻഡോപ്ലാസത്തിൽ ധാരാളം എന്തുണ്ട്? ഫുഡ് വാക്യൂൾസ് ഉണ്ട്. ഈ ഫുഡ് വാക്യൂൾസിൽ എന്ത് കാണപ്പെടുന്നു? എപ്പോഴും ഫുഡ് വാക്യൂൾസിന്റെ അകത്ത് ഇൻജസ്റ്റഡ് എരിത്രോസൈറ്റ്സും എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സും ആണ് കാണപ്പെടുന്നത്. ഇൻജസ്റ്റഡ് എരിത്രോസൈറ്റ്സും എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സും ആണ് ഇവിടെ കാണപ്പെടുന്നത് ഫുഡ് വാക്യൂൾസിൽ കാണപ്പെടുന്നത്. Ingested erythrocytes and fragments of epithelial cells are seen in the food vacuoles of endoplasmic histolytica. So that is about food vacuoles. Then being a tissue parasite, Endomyxa histolytica doesn't possess contractile vacuoles. ഇതിൽ ടിഷ്യൂ പാരസൈറ്റ് ആയതുകൊണ്ട് ഇതിൽ എന്തില്ല? കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് എന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ്? എൻഡോമൈക്സ ഹിസ്റ്റോളിറ്റിക്കയ്ക്ക് രണ്ട് മോർഫോളജിക്കൽ ഫോംസ് ഉണ്ട്, ട്രോപ്പോസോയിറ്റും അതുപോലെ തന്നെ പ്രീസിസ്റ്റിക് ഫോമും. അതിൽ ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ആക്റ്റീവ് മോട്ടൈൽ ഫോം. ഇതിന് അമീബയുടെ സ്ട്രക്ചറിനെ റിസംബിൾ ചെയ്യുന്നു. ഇനി അതിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ എൻഡോമൈക്സ ഹിസ്റ്റോളിറ്റിക്കയ്ക്ക് ഒരു അമീബയുടെ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വെളിയിലുള്ള ലെയർ എന്ന് പറയുന്നത്, അതായത് എൻഡോമൈക്സ ഹിസ്റ്റോളിറ്റിക്കയുടെ ബോഡി എൻവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു തിൻ ആയിട്ടുള്ള അതുപോലെ എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, ട്രാൻസ്പെറന്റ് ആണ്, സെമി പെർമിയബിൾ ആണ്, അങ്ങനത്തെ മെമ്പറൈൻ ആണ് പ്ലാസ്മ. ആ പ്ലാസ്മ കൊണ്ടാണ് ഈ ബോഡി എൻവലപ്പ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് ഒരു സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ഔട്ടർ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ എൻഡോപ്ലാസം എന്ന് പറഞ്ഞു. ഇനി ഔട്ടർ എക്ടോപ്ലാസം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു? അതും തിൻ ആണ്. ഇനി അത് എഗ്രാനുലർ ആണ്, ക്ലിയർ ആണ്, സംവാട്ട് ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിന്റെ അകത്ത് ഗ്രാനുൾസ് എന്നും കൂടെ ഓർത്തു വെക്കാം. പിന്നെ അതൊരു ഫേം ആയിട്ടുള്ള ഔട്ടർ ലെയർ ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഈ എൻഡോപ്ലാസം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എൻഡോപ്ലാസം ഗ്രാനുലർ ആണെന്ന് പറഞ്ഞു. എക്ടോപ്ലാസം എഗ്രാനുലർ ആണ്, എൻഡോപ്ലാസം ഗ്രാനുലർ ആണ്. ഇനി അതുപോലെ മോർ ഫ്ലൂയിഡി നേച്ചർ ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഇനി എൻഡോപ്ലാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഉള്ളില് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് വെസിക്കുലർ റൗണ്ടഡ് ന്യൂക്ലിയസ് ആണ്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ആ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇന്നർ സർഫസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? പെരിഫറൽ ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസ് ആർ പ്രസന്റ് വിത്തിൻ ദ ഇന്നർ സർഫസ് ഓഫ് ദിസ് ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഡെലിക്കേറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇന്നർ സർഫസിൽ ഫൈൻ പെരിഫറൽ ക്രോമാറ്റിൻ ഗ്രാനുൾസ് കാണപ്പെടുന്നു. ഇനി ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന സ്മോൾ ഡോട്ടഡ് സ്ട്രക്ചറിനെയാണ് എൻഡോസോം അല്ലെങ്കിൽ കരിയോസോം എന്ന് പറയുന്നത് കൂടെ ഓർത്തു വെക്കാം. ഇനി നമ്മള് ഈ പറയുന്ന എന്താണ് എൻഡോമൈക്സ ഹിസ്റ്റോളിറ്റിക്കയ്ക്ക് അതിന്റെ ആന്റീരിയർ സൈഡിലായിട്ട് ഒരു സിംഗിൾ സീഡോപോഡിയം ഉണ്ട്. ആ സിംഗിൾ സീഡോപോഡിയത്തിനാണ് ലോഗോപോഡിയം എന്ന് വിളിക്കുന്നത്. ഇത് സിംഗിൾ സീഡോപോഡിയം ആണ് ഇതിലുള്ളത് കൊണ്ട് ഈ പാരസൈറ്റിനെ മോണോപോഡിയം എന്നാണ് വിളിക്കുന്നത്, ഓർത്തു വയ്ക്കുക. ഇനി ഈ ലോഗോപോഡിയം എന്ന് പറയുന്നത് സിംഗിൾ സീഡോപോഡിയം ആണ്. എന്തിനു സഹായിക്കുന്നു? സ്ലോ ഫോർവേഡ് ഫ്ലോയിങ്ങിന് സഹായിക്കുന്നു. സ്ലോ ഫോർവേഡ് ഫ്ലോയിങ്ങിന് സഹായിക്കുന്നതാണ് ഈ പറയുന്ന ലോഗോപോഡിയം എന്ന് പറയുന്ന സീഡോപോഡിയം എന്ന് ഓർത്തു വയ്ക്കാം. ഈ എൻഡോമൈക്സ ഹിസ്റ്റോളിറ്റിക്കയുടെ എൻഡോപ്ലാസത്തില് ഫുഡ് വാക്യൂൾസും പ്രസന്റ് ആണ്. ഈ ഫുഡ് വാക്യൂൾസിന്റെ അകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? ഇൻജസ്റ്റഡ് ആയിട്ടുള്ള എരിത്രോസൈറ്റ്സും ഫ്രാഗ്മെന്റ്സ് ഓഫ് എപ്പിത്തീലിയൽ സെൽസും കാണപ്പെടുന്നത് ഫുഡ് വാക്യൂൾസിനകത്താണെന്നൂടെ ഓർത്തു വെക്കാം. ഇതൊരു ടിഷ്യൂ പാരസൈറ്റ് ആയതുകൊണ്ട് ഇതില് കോൺട്രാക്റ്റീവ് വാക്യൂൾസ് എന്നും കൂടെ നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ ഇതാണ് ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് മോട്ടൈൽ ഫോം, എൻഡോമൈക്സയുടെ ആക്റ്റീവ് മോട്ടൈൽ ഫോമിന്റെ സ്ട്രക്ചർ ആണെന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ അതിന്റെ ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ ഹോളോസോയിറ്റ് ന്യൂട്രീഷൻ ആണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഹോളോസോയിറ്റ് ന്യൂട്രീഷൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഫീഡ്സ് ഓൺ കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ. അത് എപ്പോഴും ന്യൂട്രീഷൻ അതിന് ലഭിക്കുന്നത് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഫീഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഹോളോസോയിക്ക് ന്യൂട്രീഷൻ ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ എൻഡോമൈക്സ ഹിസ്റ്റോളിറ്റിക്കയുടെ ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ ഹോളോസോയിക്ക് നേച്ചർ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി
മെയിൻ ആയിട്ട് ഇത് ഫീഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അതിന്റെ ഫുഡ് വാക്യൂൾസിന്റെ അകത്ത് എരിത്രോസൈറ്റ്സും അതുപോലെ എപ്പിത്തീലിയൽ സെൽസിന്റെ ഫ്രാഗ്മെന്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തിനാണ് ഫീഡ് ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡ് കോർപ്പസൽസിനെയും അതുപോലെ ഫ്രാഗ്മെന്റ്സ് ഓഫ് എപ്പിത്തീലിയൽ സെല്ലുകളെയും ബാക്ടീരിയമാണ് അത് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെയാണ് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹോളോസൈറ്റ് ന്യൂട്രീഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഫീഡ് ചെയ്യുന്ന ഏതിലേക്കാണ്? എരിത്രോസൈറ്റ്സും അതുപോലെ ഈ പറയുന്ന ഫ്രാഗ്മെന്റ്സ് എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സിനെയും ബാക്ടീരിയയുമാണ് അത് ഫീഡ് ചെയ്യുന്നത്. ബാക്ടീരിയയിലാണ് അത് ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അതിന് ഒരു പ്രോട്ടീൻ പിന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇത് ഫീഡ് ചെയ്യുന്ന ഏതിനാണ് മനസ്സിലായല്ലോ? എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സിനെ അതുപോലെ തന്നെ എരിത്രോസൈറ്റുകളെ അതുപോലെ ബ്ലഡ് കോർപ്പസൽസുകളെ ബാക്ടീരിയയാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഹോളോസൈറ്റ് ന്യൂട്രീഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അത് പ്രധാനമായിട്ട് എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഇത് സെക്രീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എപ്പിത്തീലിയൽ മ്യൂക്കസ് മെമ്പറൈൻ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ എപ്പിത്തീലിയൽ മ്യൂക്കസ് മെമ്പറൈൻ എപ്പിത്തീലിയന്റെ മ്യൂക്കസ് മെമ്പറൈൻ ഡിസോൾവ് ചെയ്യുന്നത് ഇത് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു എരിത്രോസൈറ്റ്സിലും എപ്പിത്തീലിയൽ സെല്ലുകളെ ഫ്രാഗ്മെന്റ്സ് ആക്കുന്നു. ആ ഫ്രാഗ്മെന്റ്സിലേക്കാണ് അത് ഫീഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ എപ്പിത്തീലിയത്തിന്റെ എപ്പിത്തീലിയൽ മ്യൂക്കസ് മെമ്പറൈനെ ഡിസോൾവ് ചെയ്യിക്കാൻ സഹായമാകുന്ന ഒരു പ്രോട്ടീൻ ഇത് സെക്രീറ്റ് ചെയ്യും. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിൽ ഇത് സെക്രീറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഈ എൻഡോമെട്രിക് ഹിസ്റ്റോളജിക്ക് ഇതിനുള്ള കഴിവുണ്ട്. ഒരു പ്രോട്ടീൻ സെക്രീറ്റിംഗ് എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്ന കഴിവുണ്ട്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം എൻഡോമെട്രിക് ഹിസ്റ്റോളജിക്ക് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമിനെ സെക്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് ഈ പറയുന്ന എപ്പിത്തീലിയൽ മ്യൂക്കസ് മെമ്പറൈനെ ഡിസോൾവ് ചെയ്യിക്കുന്നു ആൻഡ് ലിബറേറ്റ്സ് ബ്ലഡ്. അങ്ങനെ ബ്ലഡിനെ ലിബറേറ്റ് ചെയ്യുന്നു. It then ingested the blood corpuscles with a pseudopodium. അപ്പൊ അതിനുശേഷം അത് ബ്ലഡ് ലിബറേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ആ ബ്ലഡ് കോർപ്പസൽസിനെ സ്യൂഡോപോഡിയത്തിന്റെ സഹായത്തോടു കൂടി അത് ഇൻജെക്ട് ചെയ്യും. മനസ്സിലായി? പ്രോട്ടീൻസ് ഡൈജസ്റ്റിംഗ് എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുമ്പോൾ ആ സെക്രീഷനോട് എന്ത് ചെയ്യുന്നു? അത് എപ്പിത്തീലിയൽ മ്യൂക്കസ് മെമ്പറിനെ ഡിസോൾവ് ചെയ്യിക്കും. എന്നിട്ട് ബ്ലഡിനെ ലിബറേറ്റ് ചെയ്യും. എന്നിട്ട് ബ്ലഡിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ് അടുത്ത ഇതെന്ന് പറയുന്നത്? അത് ബ്ലഡ് കോർപ്പസൽസിനെ ഇൻജെക്ട് ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് സ്യൂഡോപോഡിയം. സ്യൂഡോപോഡിയത്തിന്റെ സഹായത്തോടെ ബ്ലഡ് കോർപ്പസൽസിനെ ഇൻജെക്ട് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ അബ്സോർബ് സബ്സ്റ്റൻസസ് സാപ്രോസോയിക്കലി ഫ്രം ദി സറൗണ്ടിങ് മീഡിയം. അപ്പൊ ഹോളോസോയിക്കൽ ന്യൂട്രീഷൻ ആണ് പറയുന്നതോടൊപ്പം തന്നെ അത് സറൗണ്ടിങ്സിൽ നിന്നും സാപ്രോസോയിക്കലി അതിന്റെ ന്യൂട്രീഷനെ അബ്സോർബ് ചെയ്യുന്നതും കൂടെ ഉണ്ടെന്നും കൂടെ ഓർത്തു വെക്കുക. മനസ്സിലായോ? എൻഡോമെട്രിക് ഹിസ്റ്റോളജിക്കയുടെ ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ്. അതായത് അത് ബ്ലഡ് കോർപ്പസൽസിനെ അതുപോലെ തന്നെ എപ്പിത്തീലിയൽ സെല്ലുകളുടെ ഫ്രാഗ്മെന്റ്സിനെ ബാക്ടീരിയ അതായത് കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിയാണ് ഫീഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു എൻസൈമിനെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. It helps in the dissolving or it dissolves the epithelial mucous membrane and liberates blood and later injects the blood corpuscles by means of pseudopodium. Blood corpuscles ingest ചെയ്യുന്നത് എങ്ങനെയാണ്? സ്യൂഡോപോഡിയത്തിന്റെ സഹായത്തോടു കൂടി. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡൈജഷൻ. ഇനി അതുപോലെ ന്യൂട്രീഷൻ ഇനി പറഞ്ഞ എന്താണ്? അത് സാപ്രോസോയിക്കലി അത് ഫുഡ് ഐറ്റംസ് സറൗണ്ടിങ് മീഡിയത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കുക. ഇത്രയും കാര്യമാണ് എൻഡോമെട്രിക് ഹിസ്റ്റോളജിയുടെ മോർഫോളജിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാരസിറ്റിക് പ്രോട്ടോസോൺസ് എൻഡോമെട്രിക് ഹിസ്റ്റോളജിയുടെ മോർഫോളജി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുക. അടുത്ത ക്ലാസ്സുകൾക്കായി വെയിറ്റ് ചെയ്യുക. Bye from me. Thank you.